മോർണിംഗ് ഓൾ. കർവ് സർവേയിങ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കർവ് സർവേയിങ്ങിന്റെ ബാക്കിയാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, റിവേഴ്സ് കർവ്. എന്താണ് റിവേഴ്സ് കർവ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ? ടൈപ്സ് ഓഫ് കർവ്സ് നോക്കിയപ്പോൾ റിവേഴ്സ് കർവ് എന്താണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്താൽ അതിന്റെ ഫിഗർ ഒന്ന് കാണിച്ചായിരുന്നു അല്ലേ? അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കർവേച്ചർ വരുന്ന രണ്ട് കർവ്സ്, ആ രണ്ട് കർവ്സ് ജോയിൻ ചെയ്യുന്നതാണ് റിവേഴ്സ് കർവ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നോക്കിയതാണ്, എല്ലാവരും ആ നോട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് കർവ്സിനെ പോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് സിമ്പിൾ കർവ്സ്. ഓക്കെ, ആ രണ്ട് സിമ്പിൾ കർവ്സും എന്താണ്? ഈക്വൽ റേഡിയസ് ഉള്ളതാകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് റേഡിയസ് ഉള്ളതാകാം. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് സിമ്പിൾ കർവ്സ് എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്ന സിമ്പിൾ കർവ്സ് ജോയിൻ ചെയ്യുന്നതാണ് ഓക്കെ റിവേഴ്സ് കർവ് എന്ന് പറയുന്നത്. Okay, reverse curve consists of two simple curve of opposite direction that join at a common tangent point called the point of reverse curvature. Okay, ആ രണ്ട് കർവ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് PRC, പോയിന്റ് ഓഫ് റിവേഴ്സ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിവേഴ്സ് കർവ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. മൗണ്ടെയിൻസ് കൺട്രീസ് അല്ലെ, മൗണ്ടെയിനീസ് കൺട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. അതിന് റെയിൽവേസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. റെയിൽവേയിൽ തന്നെ ക്രോസ് ഓവേഴ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ അന്ന് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈവേസിൽ റിവേഴ്സ് കർവ് അങ്ങനെ അധികം പ്രൊവൈഡ് ചെയ്യാറില്ല. ഓക്കെ, നമുക്ക് ആ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഇപ്പോൾ എന്താണ് റെയിൽവേ ട്രാക്കാണ് കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിലൊരു പകുതി ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയറക്ഷനിലോട്ടാണ് അതിന്റെ കർവേച്ചർ വരുന്നത്. അതിനുശേഷമുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയറക്ഷനിലാണ് അതിന്റെ കർവേച്ചർ. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കർവേച്ചർ വരുന്ന രണ്ട് കർവ്സ് ജോയിൻ ചെയ്തിരിക്കുക അല്ലെ? അപ്പൊ ഇതൊരു റിവേഴ്സ് കർവിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്കിനി റിവേഴ്സ് കർവ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത് T1, E, T2 അല്ലെ? അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു ബോൾഡ് ആയിട്ട് കാണിച്ചേക്കുന്നതാണ് ഇവിടുത്തെ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞത്. അപ്പൊ T1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പോയിന്റ് ഓഫ് കർവ് PC. T2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ്, എൻഡ് ചെയ്യുന്ന പോയിന്റ് ആണ്. T2 എന്താണ്? പോയിന്റ് ഓഫ് ടാൻജൻസി. E എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞത് PRC. ഓക്കെ, രണ്ട് കർവേച്ചർ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, പോയിന്റ് ഓഫ് റിവേഴ്സ് കർവ്. ഓക്കെ, ഇനി വരുന്ന രണ്ട് ആംഗിൾസ് വരുന്നുണ്ട്, Δ1, ക്യാപിറ്റൽ Δ1 ആൻഡ് സ്മോൾ Δ1. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സ്ട്രെയിറ്റ്സ് അല്ലെ, രണ്ട് സ്ട്രെയിറ്റ് വരുന്നുണ്ട്. VA എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് വരുന്നുണ്ട്, VC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് വരുന്നുണ്ട് അല്ലെ? രണ്ട് സ്ട്രെയിറ്റ് വരുന്നുണ്ട്. ആ രണ്ട് സ്ട്രെയിറ്റ് ഡയറക്ഷൻസ്, രണ്ട് ഡയറക്ഷനെ തമ്മിൽ എന്താണ്? കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ട്രാൻസിഷൻ കർവ് അല്ലെ? അപ്പൊ ഈ ഒരു സ്ട്രെയിറ്റിൽ മേക്ക് ചെയ്യുന്ന നമ്മുടെ കോമൺ ടാൻജന്റ് BD എന്ന് പറയുന്നത് കോമൺ ടാൻജന്റ് ആണ് അല്ലെ? BD എന്ന് പറയുന്ന ലൈൻ ഈ ഒരു സ്ട്രെയിറ്റിൽ മേക്ക് ചെയ്യുന്ന VA എന്ന് പറയുന്ന സ്ട്രെയിറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് Δ1. അതുപോലെ BD എന്ന് പറയുന്ന കോമൺ ടാൻജന്റ് BC എന്ന് പറയുന്ന സ്ട്രെയിറ്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ക്യാപിറ്റൽ Δ2. ഓക്കെ, സ്മോൾ Δ1 എന്ന് പറഞ്ഞാൽ T1, T2. ഓക്കെ, T1, T2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഒരു കോഡാണല്ലേ? T1, T2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ആ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് VA എന്ന് പറയുന്ന സ്ട്രെയിറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്മോൾ Δ1. VC എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്മോൾ Δ2. ഓക്കെ, പിന്നെ വരുന്നത് O1, O2. O1, O2 എന്ന് പറയുന്നത് രണ്ട് സർക്കിൾസിന്റെയും കോമൺ സെന്റേഴ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് സർക്കിളിന്റെ ഫസ്റ്റ് കർവിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R1 ആണ്, സെന്റർ O1 ആണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് കർവ് വരാൻ നേരത്തെ എന്താണ്? സെന്റർ O2 ആണ്, കർവ് R2 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് പോയിന്റ് ഓഫ് കർവേച്ചർ പറയുന്നത്. ഈ പോയിന്റ് ഓഫ് റിവേഴ്സ് കർവേച്ചർ നമ്മൾ നോക്കിയായിരുന്നു. T2 പോയിന്റ് ഓഫ് ടാൻജൻസി, O1, O2 എന്ന് പറയുന്നത് സെന്റേഴ്സ് ഓഫ് ടു ബ്രാഞ്ചസ്, BD എന്ന് പറയുന്നത് കോമൺ ടാൻജന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു Δ1 ക്യാപിറ്റൽ Δ1 സ്മോൾ Δ1 എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ റിലേഷൻ വരുന്നുണ്ട്, അതായത് ക്യാപിറ്റൽ Δ1 മൈനസ് സ്മോൾ Δ1. ഫസ്റ്റ് കർവിന്റെ ക്യാപിറ്റൽ Δ1 മൈനസ് സ്മോൾ Δ1 എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് കർവിന്റെ എന്താണ്? Δ2 മൈനസ് Δ2 ഈക്വൽ തന്നെ ആയിരിക്കും. അതായത് ക്യാപിറ്റൽ Δ1 മൈനസ് സ്മോൾ Δ1 ഷുഡ് ബി ഈക്വൽ ടു
എന്താണ് ക്യാപിറ്റൽ ഡെൽറ്റ 2 മൈനസ് സ്മോൾ ഡെൽറ്റ 2. ഇങ്ങനെ ഒരു റിലേഷൻ അവിടെ വരുന്നുണ്ട്, അത് നോട്ട് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് T1 T2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, T1 T2 എന്ന് പറയുന്ന PC-യും PT-യും ജോയിൻ ചെയ്യുന്ന പോയിന്റ്സുകൾ വരുന്ന സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തരുന്നുണ്ട്. T1 T2 is equal to R1 sin delta 1 plus R2 sin delta 2 plus R1 plus R2 sin delta 2 minus small delta 2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റിവേഴ്സ് കർവിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ, അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ചേഞ്ച് ആണല്ലേ. നമുക്കൊരു ട്രാൻസിഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാകുക, അതായത് ഒരു കർവിൽ നിന്ന് മറ്റൊരു കർവിലേക്ക് മാറുക. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മറ്റൊരു സർക്കുലർ കർവിലേക്ക് പോവുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ, ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസിഷൻ കർവ്. ഓക്കെ, ഇതുപോലെ തന്നെ ട്രാൻസിഷൻ കർവ് രണ്ട് സർക്കുലർ കർവ്സിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവ് is a curve varying radius introduced between a straight line and a circular curve. Okay, or between two branches of a compound curve. Compound curve നമുക്ക് എന്തെന്നറിയാം, എന്താണ് രണ്ടോ അതിലധികമോ സർക്കുലർ കർവ്സ് ചേരുന്നതാണ് കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവ്സിന് ബിറ്റ്വീൻ ആയിട്ട് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ കർവ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി അന്ന് ഇൻട്രൊഡക്ഷൻ നോക്കിയതായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുന്ന എന്താണ്, ഇതിൽ വരുന്ന ഫങ്ഷൻസ് ഓഫ് ട്രാൻസിഷൻ കർവ്. To accomplish gradually the transition from tangent to the circular curve so that the curvature is gradually increased. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഇതിന്റെ ഫംഗ്ഷൻ തന്നെ എന്താണ്, സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കർവേച്ചറിലോട്ട് കയറുകയാണ് അല്ലെ. സാധാരണ നമ്മൾ ഹൈവേയിലോട്ട് അല്ലെ, റെയിൽവേയിലെല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു കർവിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ എന്താണ്, അത് കംഫർട്ട് ആവത്തില്ല. ആ ഒരു എന്താണ് നമുക്ക് ആ ഒരു ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ കംഫർട്ട് ആവത്തില്ല, ആക്സിഡൻസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പൊ നമുക്ക് ഗ്രാജുവലി നമുക്ക് ആ ഒരു കർവേച്ചറിലോട്ട് കയറാം അല്ലെ. അപ്പൊ അങ്ങനെ ആ ഗ്രാജുവൽ ട്രാൻസിഷന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടു ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ എന്താണ്? നമുക്കറിയാം ഈ വളവുകളിൽ നമ്മൾ റോഡിലൊക്കെ വളവുകൾ കാണുമ്പോൾ എന്താണ്, അവിടുത്തെ ഈ ഔട്ടർ എഡ്ജും റോഡിന്റെ ഔട്ടർ എഡ്ജും ഇന്നർ എഡ്ജും ഒരേപോലെ ആയിരിക്കത്തില്ലായിരിക്കുന്നത്. നിങ്ങളിപ്പോ ട്രാക്ക് ഇപ്പോൾ തന്നെ ഈ റേസിംഗ് ട്രാക്സ് കാണുമ്പോൾ അറിയാം, ആ വളവുകൾ വരാൻ നേരത്ത് എന്താണ് ഔട്ടർ എഡ്ജ് കുറച്ച് റൈസ് ചെയ്തിരിക്കും, ഇന്നർ എഡ്ജ് താന്നിരിക്കും അല്ലെ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു കർവിൽ വരുന്ന ഒരു റോഡിന്റെ ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. അതിൽ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നർ എഡ്ജ് എന്താണ് സെയിം ലെവൽ തന്നെയായിരിക്കും, പക്ഷെ ഔട്ടർ എഡ്ജ് കുറച്ച് റൈസ് ചെയ്തിരിക്കും. ഇതിനെയാണ് സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ട്രാവലിംഗ് കംഫർട്ട് ആക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അത് സ്കിഡ് ചെയ്ത് പുറത്തോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സൂപ്പർ എലിവേഷൻ ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ കർവിലേക്ക് സ്മൂത്ത് എൻട്രി ചെയ്യാൻ അല്ലെ, വെഹിക്കിൾസിന് സ്മൂത്ത് ആയിട്ട് എൻട്രി ചെയ്യാനും ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് ടു മിനിമൈസ് ദ സഡൻ എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെ, അതിന്റെ പുറത്തേക്ക് അത് തെറിച്ച് പോകാനുള്ള ഫോഴ്സ് ഉണ്ട് അല്ലെ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൺട്രോൾ ചെയ്ത് നമ്മൾ ആ ട്രാക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് ട്രാൻസിഷൻ കർവ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സെക്ഷൻ, അതായത് ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലെങ്ത് ഓഫ് ഫസ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിന്റെ പോർഷനാണ്. ഈ ഒരു പോയിന്റ് മുതൽ ട്രാൻസിഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ട്രാൻസിഷൻ എൻഡ് എന്ന് കാണിക്കുന്ന ഈ പോയിന്റ് വരെയാണ് ട്രാൻസിഷൻ കർവ് വരുന്നത്. ഓക്കെ, ഒരു റെയിൽവേ ട്രാക്കിന്റെ ഫിഗർ ആണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഇങ്ങോട്ട് വരുന്നത് എന്തായിരിക്കും, റിമൈനിങ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സർക്കുലർ കർവ് ആയിരിക്കും. ഇതൊരു സർക്കുലർ കർവ് ആയിരിക്കും അല്ലെ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ രണ്ട് എന്താണ് ലൈൻസിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാൻസിഷൻ കർവ്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ വരുന്ന ലെങ്ത് ആണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കാം.
ട്രാൻസാക്ഷൻ കർവിൽ വരുന്ന റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ ടു ദ സ്ട്രെയിറ്റ്, അതായത് സ്ട്രെയിറ്റിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെയാണ് സ്ട്രെയിറ്റ്, ഇവിടെ ഈ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ കർവിന് ടാൻജൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഷുഡ് മീറ്റ് ദ സർക്കുലർ കർവ് ടാൻജൻഷ്യലി. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ കർവ് സർക്കുലർ കർവിനെ മീറ്റ് ചെയ്യുന്നത് ടാൻജൻഷ്യലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും, അതായത് സ്ട്രെയിറ്റ് ലൈനും ടാൻജൻഷ്യൽ ആയിരിക്കണം, ആ പോയിന്റിനും ടാൻജൻഷ്യൽ ആയിരിക്കണം, അതുപോലെ തന്നെ സർക്കുലർ കർവിനെ മീറ്റ് ചെയ്യുന്നത് ടാൻജൻഷ്യൽ ആയിരിക്കും. ഓക്കെ, കർവേച്ചർ ഷുഡ് ബി 0 at the origin on straight and curvature should be same as that of circular curve at the other. ഓക്കെ, അല്ല എന്താ പറയുന്നത്, നമ്മുടെ ട്രാൻസാക്ഷൻ കർവിന്റെ കർവേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിന്റ് മുതലാണ് ട്രാൻസാക്ഷൻ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? സർക്കുലർ കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എന്താണ്, അതിന്റെ കർവേച്ചർ 0 ആയിരിക്കും, അല്ലേ? അതായത് സ്ട്രെയിറ്റ് ലൈനിന് എന്താണ്, കർവേച്ചർ ഇല്ലല്ലോ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു പോയിന്റ് ആയിട്ട് വരികയാണ്, അല്ലേ? അപ്പോൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ കർവേച്ചർ 0 ആയിരിക്കണം. എൻഡ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലർ കർവിന്റെ കർവേച്ചർ തന്നെ ആയിരിക്കണം. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് കർവേച്ചർ ഷുഡ് ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സൂപ്പർ എലിവേഷൻ. ഓക്കെ, അതായത് കർവേച്ചറിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ഇൻക്രീസും അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, സൂപ്പർ എലിവേഷൻ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ലെങ്ത് ഷുഡ് ബി സച്ച് ദാറ്റ് ഫുൾ സൂപ്പർ എലിവേഷൻ ഈസ് അറ്റൈൻഡ് അറ്റ് ദ എൻഡ് വെയർ മീറ്റ്സ് സർക്കുലർ കർവ്. ഓക്കെ, സൂപ്പർ എലിവേഷനെ കാന്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ എലിവേഷന്റെ എന്താണ്, ഫുൾ സൂപ്പർ എലിവേഷൻ കിട്ടുന്നത് എന്ത് ചെയ്യുന്നതാണ്, അതായത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ കർവ് സ്റ്റാർട്ട് ചെയ്ത് സർക്കുലർ കർവിൽ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന ഈ ടൈമിനുള്ളിൽ തന്നെ എന്താണ്, മാക്സിമം അല്ലെങ്കിൽ ഫുൾ സൂപ്പർ എലിവേഷൻ അവിടെ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പൊ അതിനുള്ള ലെങ്ത് ട്രാൻസാക്ഷൻ കർവിന് ഉണ്ടായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ കർവിന് ലെങ്ത് കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഈ ഒരു എന്താണ്, ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സർക്കുലർ കർവിൽ എത്തുന്നതിന് മുന്നേ ഫുൾ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ അതെന്താണ്, അത് നമുക്ക് സേഫ് ട്രാവലിംഗ് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, സേഫ്റ്റി അപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതവർ പറയുന്നുണ്ടെന്നാണ്, ലെങ്ത്, ആ ഒരു ലെങ്തിനുള്ളിൽ തന്നെ ഫുൾ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് റിക്വയർമെന്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ കർവിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് എലമെന്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ കർവ്. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ കർവ്സിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ടല്ലേ, TB1, D1, D2 എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്, നോക്കാം. TD2 എന്ന് പറയുന്നത് എന്താണ്, ഒറിജിൻ ടാൻജന്റ്. സ്റ്റാർട്ട് ചെയ്യുന്നതാണ് TD2, ഒറിജിൻ ടാൻജന്റ്, അതായത് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പോർഷൻ, അതാണ് ഒറിജിൻ ടാൻജന്റ് എന്ന് പറയുന്നത്. ഇതേ ഡയറക്ഷനിലായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ പോയിരിക്കുന്നത്, അപ്പൊ അതിന് ടാൻജൻഷ്യൽ ആയിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഓക്കെ, D എൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കർവ് ആൻഡ് ബിഗിനിങ് ഓഫ് ദ സർക്കുലർ കർവ്. D എന്ന് പറയുന്നത് എൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കർവ്. ഓക്കെ, ഇവിടെ ട്രാൻസാക്ഷൻ കർവ് എൻഡ് ചെയ്യുന്നു, സർക്കുലർ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നു. D1 ടാൻജന്റ് കോമൺ ടു ട്രാൻസാക്ഷൻ കർവ് ആൻഡ് സർക്കുലർ കർവ്. D1 അല്ലെ, D1 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കർവ്സിനും, അതായത് ട്രാൻസാക്ഷൻ കർവിനും സർക്കുലർ കർവിനും ടാൻജന്റ് ആയിട്ട് വരുന്നതാണ് D1 എന്ന് പറയുന്നത്. DB എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് പോർഷൻ ഓഫ് സർക്കുലർ കർവ്. ഓക്കെ, DB എന്ന് പറയുന്നത് സർക്കുലറിന്റെ എക്സ്റ്റെൻഡഡ് പോർഷൻ ആണ്. അത് ട്രാൻസാക്ഷൻ കർവിൽ വരുന്നതാണ്, പക്ഷെ അത് സർക്കുലറിന്റെ എക്സ്റ്റെൻഡഡ് പോർഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ആ റേഡിയസ് ഓഫ് സർക്കുലർ. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൂടി നോട്ട് ചെയ്യുക, ആ ഫിഗർ നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ലെങ്ത് ഓഫ് ട്രാൻസാക്ഷൻ കർവ്. ഈ ട്രാൻസാക്ഷൻ കർവിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെയെല്ലാം കണ്ടുപിടിക്കാം? 3 മെത്തേഡ് പറയുന്നുണ്ട്. ബൈ ആൻ ആർബിട്രറി ഗ്രേഡിയന്റ്, സെക്കൻഡ് വൺ ബൈ ദ ടൈം റേറ്റ്, തേർഡ് വൺ ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സലറേഷൻ. ഓക്കെ, ഫസ്റ്റ് നോക്കാം ആർബിട്രറി ഗ്രേഡിയന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, ബൈ ആൻ ആർബിട്രറി ഗ്രേഡിയന്റ്. അപ്പൊ നമ്മളൊരു ആർബിട്രറി ഗ്രേഡിയന്റ് കൺസിഡർ ചെയ്യുന്നു. Okay, the length may be such that the super elevation is applied at a uniform rate of 1 in n. Okay, നമ്മുടെ സൂപ്പർ എലിവേഷൻ എന്താണെന്ന് പറഞ്ഞു. സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത് 1 in n എന്ന് പറയുന്ന യൂണിഫോം റേറ്റിലാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. എന്നിന്റെ വാല്യൂ 300 മുതൽ 1200 വരെ വേരി ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഒരു ആർബിട്രറി ഗ്രേഡിയന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൽ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ കർവ് എന്ന് പറഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു എൻ ഇ. ഓക്കെ, ഇ എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ, 1 in n എന്ന് പറയുന്നത് റേറ്റ് ഓഫ് കറന്റ്. ഓക്കെ, ഇ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇ ഈസ് ഈക്വൽ ടു 1.18 പി സ്ക്വയർ ബൈ ആർ. ഓക്കെ, പിക്ക് അങ്ങനെ ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു 1.18 പി സ്ക്വയർ ബൈ ആർ. അങ്ങനെ വരുമ്പോൾ എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഈസ് ഈക്വൽ ടു 1.18 n ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. ആർ എന്ന് പറയുന്നത് റേഡിയസ്, വി എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ബൈ ദ ടൈം റേറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ ടൈം റേറ്റ് ആണ്. ആദ്യം പറഞ്ഞാൽ ആർബിട്രറി ഗ്രേഡിയന്റ് ആണ്, രണ്ടാമത്തെ ബൈ ദ ടൈം റേറ്റ്. ദ ട്രാൻസിഷൻ കർവ് മേ ബി such a length that the current is applied at an arbitrary time rate of r centimeter per second. ഓക്കെ, അതായത് കറണ്ട് ഇവിടെ മാറുന്നത്, അതായത് നമ്മുടെ സൂപ്പർ എലിവേഷൻ മാറുന്നത് r സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ടൈം റേറ്റിലാണ്. ഓക്കെ, ആറിന്റെ വാല്യൂ പറയുന്നത് ആർ വേരിയിങ് ഫ്രം 2.5 to 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ ഇക്വേഷൻ എന്താണ്? എൽ ഈസ് ഈക്വൽ ടു ഇ വി ബൈ ആർ. എൽ അറിയാം ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, ഇ അറിയാം എലിവേഷൻ സൂപ്പർ എലിവേഷൻ, സ്മോൾ വി എന്ന് പറയുന്നത് സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ സെയിം ഇക്വേഷനെ തന്നെ കിലോമീറ്റർ പെർ അവറിൽ മാറ്റി ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു 0.327 വി ക്യൂബ് ബൈ ആർ. ആർ എന്ന് പറയാം. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനും കൂടെ നോട്ട് ചെയ്യുക. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സലറേഷൻ. റേഡിയൽ ആക്സലറേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് ആ ഒരു കർവേച്ചറിൽ കൂടെ ഏതെങ്കിലും വെഹിക്കിൾ പാസ് ചെയ്യുമ്പോൾ അവർക്ക് കംഫർട്ട് ആയിരിക്കണം, അല്ലേ? ഒരു തരത്തിലും ഡിസ്കംഫർട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു റേഡിയൽ ആക്സലറേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എടുക്കുന്നത് 30 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ക്യൂബ്. ഓക്കെ, അതാണ് സാധാരണ എടുക്കുന്ന റേഡിയൽ ആക്സലറേഷൻ. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് എന്താ? എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി ക്യൂബ് ഡിവൈഡ് ബൈ 46.5 ആൽഫ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ആൽഫയ്ക്ക് നമ്മൾ പോയിന്റ് ആൽഫ അറിയാം, എന്താണ്? റേഡിയൽ ആക്സലറേഷന്റെ നൊട്ടേഷൻ ആണ്. ആൽഫ 0.3 മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു വി ക്യൂബ് ഡിവൈഡ് ബൈ 14 ആർ. ഓക്കെ, ഇക്വേഷൻ കൂടെ നോട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ടേം എന്താണെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, ഈ നമ്മൾ പറഞ്ഞു അല്ലെ, സൂപ്പർ എലിവേഷൻ 1.18 പി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. എൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ, വി സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ കിലോമീറ്റർ പെർ അവർ, സ്മോൾ വി എന്ന് പറയുന്നത് സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്, ആർ ടൈം റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ, ആൽഫ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെർട്ടിക്കൽ കർവ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കർവ് എന്താണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം എന്താണ്? ഹൊറിസോണ്ടൽ കർവ്സ് ആണ്, അല്ലെ? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന കർവ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി പറയുന്നത് വെർട്ടിക്കൽ കർവ് ആണ്. അപ്പോൾ വെർട്ടിക്കൽ കർവ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയായിരുന്നു, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കിയായിരുന്നു. വെർട്ടിക്കൽ കർവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രേഡിയന്റിൽ ഇരിക്കുന്ന ലൈൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന കർവാണ് വെർട്ടിക്കൽ കർവ്. എ കർവ് യൂസ്ഡ് ടു കണക്ട് ടു ഡിഫറെന്റ് ഗ്രേഡ് ലൈൻസ്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ഗ്രേഡ് ലൈൻസിനെ കണക്ട് ചെയ്യുന്ന കർവാണ് വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത്. ഇത് ഹൈവേസിലും റെയിൽവേസിലും എല്ലാം പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പം നമുക്കറിയാം അല്ലെ, നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഒരു കയറ്റം വരിക അല്ലെങ്കിൽ ഒരു ഒരു ഇറക്കം വരിക അല്ലെ, അപ്പോഴെല്ലാം കൊടുക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ കർവ്സ് ആണ്. Such a curve is introduced to round off the angle and to obtain the gradual change in the gradient. അല്ലെ, ഇങ്ങനെ ഒരു കർവ് കൊടുക്കുന്നത് എന്താണ്? നമുക്കൊരു പെട്ടെന്നൊരു സഡൻ ഷോക്ക് വരാത്ത രീതിയിൽ, അല്ലെ? നമുക്കൊരു കയറ്റം കയറുമ്പോൾ ഒരു പെട്ടെന്നൊരു സഡൻ ഷോക്ക് ആയിട്ട് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യും, അല്ലെ? അങ്ങനെ ഒരു ട്രാവലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ കർവ് കൊടുക്കുന്നത്, അല്ലെ? നമുക്കൊരു കയറ്റം കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും, ഇങ്ങനെ കുത്തനെ വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്? ഈ ഒരു പോയിന്റിൽ എത്താൻ നേരത്ത് നമുക്ക് എന്താണ്? ഡിസ്കംഫർട്ട് ആണ്, പറ്റത്തില്ല, അല്ലെ? ഇതിപ്പോ നമ്മളിപ്പോ ഈ ഏതെങ്കിലും ഒരു റൈഡിൽ കയറി പോകുന്നത് പോലെ ആയിപ്പോ, അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കയറ്റം വരികയാണെങ്കിൽ നമുക്ക് ഗ്രാജുവൽ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെ? ഇതിനാണ് വെർട്ടിക്കൽ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് വെർട്ടിക്കൽ കർവ്സ് ആണ് വരുന്നത്, സമ്മിറ്റ് കർവ് ആൻഡ് സാഗ് കർവ്. സമ്മിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ തൊട്ട് പറഞ്ഞൊരു കയറ്റം, അല്ലെ? ഇതാണ് സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. T1 T2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നു. ജി എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റിനെ കാണിക്കുന്നതാണ്, G1 ഗ്രേഡിയന്റ്, G2 ഗ്രേഡിയന്റ്. G1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഗ്രേഡിയന്റ് ആണ്, അല്ലെ? ഇതിപ്പോ ഇവിടുന്ന് കൂടി വരികയാണ്, ഇവിടെ നിന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ആണ്, അല്ലെ? അപ്പോഴത്തേക്കും
പ്ലസ് G1 പോസിറ്റീവ് ഗ്രേഡിയന്റ് ആണ് വരുന്നത് ഈ ഡയറക്ഷനിൽ. ഇവിടെ -G2 ആണ് വരുന്നത്, താഴോട്ടാണ് വരുന്നത് -G2 ഗ്രേഡിയന്റ് ആണ് വരുന്നത്. ഈ സാഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് പിന്നെ പറഞ്ഞാൽ ഇറക്കണം T3 4. ഓക്കെ, T3 T4 എന്ന് പറയുന്നതാണ് സാഗ് കർവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്താണ് T3 ഡയറക്ഷൻ, T3I എന്ന് പറയുന്ന ആ പോയിന്റ് എന്ന് അല്ലെങ്കിൽ ആ ലൈൻ എന്ന് പറഞ്ഞാൽ ആ ടാൻജൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് -G1 ആണ് അതിന്റെ ഗ്രേഡിയന്റ്. IT2 എന്ന് പറയുന്നത് പിന്നെന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തായിരിക്കും +G2 ആയിരിക്കും ഗ്രേഡിയന്റ് ആയിട്ട് വരുന്നത്, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടതാണ് അപ്ഗ്രേഡ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ഗ്രേഡിയന്റ് ആയിരിക്കും. ഡൗൺഗ്രേഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഗ്രേഡിയന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി സബ്മിറ്റ് കർവും സാഗ് കർവും എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. സബ്മിറ്റ് കർവ് എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് നോക്കാം. തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഒരു അപ്ഗ്രേഡ് വന്നു അല്ലേ, ഒരു അപ്ഗ്രേഡ് വന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തത് ഡൗൺ ഗ്രേഡ് ആണ്. അപ്പോൾ ഒരു അപ്ഗ്രേഡും ഡൗൺ ഗ്രേഡും കൂടെ വരുമ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നതാണ് സബ്മിറ്റ് കർവ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. എന്താണ്? വെൻ ആൻ അപ്ഗ്രേഡ് ഈസ് ഫോളോഡ് ബൈ എ ഡൗൺ ഗ്രേഡ് നമ്മൾ കാണിച്ചത്. ഇതിൽ തന്നെ പറയുന്നത് വെൻ എ സ്റ്റീപ്പർ അപ്ഗ്രേഡ്, സ്റ്റീപ്പർ ആയിട്ടുള്ള സ്റ്റീപ്പർ സ്ലോപ്പ് വരുന്ന അപ്ഗ്രേഡ് ഈസ് ഫോളോഡ് ബൈ എ മൈൽഡർ സ്റ്റീപ്പ്. ഓക്കെ, മൈൽഡർ അപ്ഗ്രേഡ്. അപ്പോൾ സ്റ്റീപ്പർ അപ്ഗ്രേഡിന്റെ കൂടെ തന്നെ ഒരു മൈൽഡർ ആയിട്ട് അത്രയും സ്റ്റീപ്പർ അല്ലാത്തൊരു അപ്ഗ്രേഡ് വരാൻ നേരത്തുകൊണ്ടാണ് അവിടെ സബ്മിറ്റ് കർവാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്താ പറയുന്നത്? when a milder downgrade is followed by a steeper downgrade. മൈൽഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താണ് അല്ല സ്റ്റീപ്പ് അല്ലാത്ത ഒരു ഡൗൺഗ്രേഡ്, താഴോട്ട് വരുന്ന ഒരു റോഡ് അല്ല, അതിന്റെ കൂടെ തന്നെ പിന്നെ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഡൗൺഗ്രേഡ് വരികയാണെങ്കിൽ ബിറ്റ്വീൻ നമ്മൾ കൊടുക്കുന്നത് സബ്മിറ്റ് കർവാണ്. അപ്പൊ 3 കണ്ടീഷൻസ് വരുന്നത്, അത് നോക്കും. ഇനി അടുത്ത സാഗ് കർവ്. സാഗ് കർവ് നമ്മൾ എന്താ പറഞ്ഞത്? സാഗ് കർവ് എന്ന് പറയുമ്പോൾ ഒരു ഡൗൺഗ്രേഡ് വരുന്നുണ്ട്, അതിന്റെ കൂടെ ഫോളോഡ് ബൈ അപ്ഗ്രേഡ്, അപ്പോഴാണ് സാഗ് കർവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാഗ് കർവ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡൗൺഗ്രേഡ് ഈസ് ഫോളോഡ് ബൈ ആൻ അപ്ഗ്രേഡ്. ഓക്കെ, കൂടാതെ പിന്നെ സ്റ്റീപ്പർ ഡൗൺഗ്രേഡ് ഈസ് ഫോളോഡ് ബൈ എ മൈൽഡർ ഡൗൺഗ്രേഡ്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ കേസ് വെൻ എ മൈൽഡർ അപ്ഗ്രേഡ് ഈസ് ഫോളോഡ് ബൈ എ സ്റ്റീപ്പർ അപ്ഗ്രേഡ്. ഓക്കെ, ഈ കേസസിലും സാഗ് കർവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് സബ്മിറ്റ് കർവ്, സാഗ് കർവ് ആണ് വെർട്ടിക്കൽ കർവ്സിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ആണ് നമ്മുടെ ടൈപ്സ് ഓഫ് കർവ്സിൽ വരുന്നത്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ കർവ്സ്, റിവേഴ്സ് കർവിന്റെ എല്ലാം ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നോക്കാനുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ടായിരുന്നത് ട്രാൻസിഷൻ കർവ്. ഓക്കെ, അതിന്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.